മനഃശാസ്ത്രജ്ഞർ പഠനങ്ങൾ അനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ ദിവസവും ഉണ്ടാകുന്ന 60,000-ഓളം ചിന്തകളിൽ 80% നെഗറ്റീവോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ആശങ്കകളോ ആണ്. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇതിൽ 90% ആളുകളും സ്വന്തം സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റുള്ളവരുടെ കൈകളിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. മറ്റൊരാൾ നമ്മളെ പുകഴ്ത്തിയാൽ മാത്രം സന്തോഷിക്കുകയും ഒരാൾ കുറ്റം പറഞ്ഞാൽ തകർന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ. ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും ചുറ്റും ആളുകളും ഉണ്ടായിട്ടും ഒറ്റയ്ക്കൊരു മുറിയിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യത അനുഭവിക്കാറുണ്ടോ? അല്ലെങ്കിൽ സന്തോഷം കണ്ടെത്താൻ എപ്പോഴും പുതിയ ഗാഡ്ജറ്റുകളോ സോഷ്യൽ മീഡിയയോ സുഹൃത്തുക്കളുടെ സാന്നിധ്യമോ ആവശ്യമായി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഈ വിഷയം നിങ്ങൾ ഇപ്പോൾ തന്നെ ഗൗരവമായി കാണേണ്ടതുണ്ട്. കാരണം പുറമേയുള്ള വസ്തുക്കളിലും ആളുകളിലും സന്തോഷം തിരയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഓട്ടമാണ്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ ആരുടെയും സഹായമില്ലാതെ സ്വന്തം മനസ്സുകൊണ്ട് മാത്രം എപ്പോഴും സന്തോഷമായിരിക്കാൻ സഹായിക്കുന്ന തികച്ചും പ്രായോഗികമായ 4 പ്രധാന രഹസ്യങ്ങൾ നിങ്ങൾ പഠിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ചെറുപ്പം മുതലേ നമ്മൾ ശീലിച്ചത് അതാണ്. പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ അച്ഛനമ്മമാർ സന്തോഷിക്കും, ജോലി കിട്ടിയാൽ നാട്ടുകാർ പുകഴ്ത്തും. അങ്ങനെ ബാഹ്യമായ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ മാത്രം സന്തോഷിക്കാൻ നമ്മുടെ തലച്ചോറ് ശീലിക്കും. ഇതിനെ ലളിതമായി പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലെയാണ് നമ്മുടെ മനസ്സ്. നിങ്ങൾ എന്നും പുറത്തുള്ള പവർ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്കൂട്ടർ ചാർജ് ചെയ്യാൻ നോക്കിയാൽ ചാർജിംഗ് സ്റ്റേഷൻ അടഞ്ഞു കിടക്കുന്ന ദിവസം നിങ്ങളുടെ യാത്ര നിലക്കും. പകരം നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സോളാർ പാനൽ വെച്ചാലോ? വെയിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സ്വന്തമായി ഊർജം ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെയാണ് ഉള്ളിൽ നിന്നുള്ള സന്തോഷവും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം മനസ്സിനെ ചാർജ് ചെയ്യാൻ പഠിച്ചാൽ പുറത്ത് എന്ത് കൊടുങ്കാറ്റടിച്ചാലും നിങ്ങളുടെ ശാന്തത നഷ്ടപ്പെടില്ല. ഒന്നാമത്തെ പോയിന്റ്, ബാഹ്യമായ അംഗീകാരങ്ങൾ തേടുന്നത് പൂർണ്ണമായി അവസാനിപ്പിക്കുക. നിങ്ങൾ ഒരു പ്രധാന കാര്യം ചെയ്യുമ്പോൾ അതിന് മറ്റുള്ളവരുടെ ലൈക്കോ കമൻറ്റോ സർട്ടിഫിക്കറ്റോ പ്രതീക്ഷിച്ചാൽ നിങ്ങളുടെ സന്തോഷം അവരുടെ മൂഡിനനുസരിച്ചിരിക്കും. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യുക. ഉദാഹരണമായിട്ട്, നിങ്ങൾ പുതിയൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി. നിങ്ങൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ കൂടെയുള്ള ഒരാൾ ഇത് നിനക്കത്ര ചേരുന്നില്ല എന്ന് പറഞ്ഞ നിമിഷം നിങ്ങളുടെ സന്തോഷം പോയാൽ അതിനർത്ഥം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണ് എന്നാണ്. നിങ്ങളുടെ ചോയ്സിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ഒരു പ്രശ്നമേ ആകുന്നില്ല. രണ്ടാമത്തെ പോയിന്റ്, ദിവസവും 30 മിനിറ്റ് ഓഫ് ലൈനിൽ ഇരിക്കാൻ സമയം കണ്ടെത്തുക. നമ്മൾ ഇപ്പോൾ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതോ മറ്റുള്ളവരോട് സംസാരിച്ചോ സ്വന്തം മനസ്സിൽ നിന്നും ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ്. സ്വയം സമയം ചെലവഴിക്കാൻ പേടിയുള്ളതുകൊണ്ടാണ് ആളുകൾക്ക് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. ഉദാഹരണമായി, ദിവസവും വൈകുന്നേരമോ രാവിലെയോ ഫോൺ പൂർണ്ണമായും മാറ്റിവെച്ച് ഹെഡ്ഫോൺ ഇല്ലാതെ 30 മിനിറ്റ് നടക്കാൻ ഇറങ്ങുക. അല്ലെങ്കിൽ ഒരു കപ്പ് കാപ്പി കുടിച്ച് ശാന്തമായി ഇരിക്കുക. ആദ്യം ചിലപ്പോൾ ബോറടിക്കും, പക്ഷേ പതിയെ നിങ്ങളുടെ സ്വന്തം ചിന്തകളോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നിത്തുടങ്ങും. മൂന്നാമത്തെ പോയിന്റ്, സോഷ്യൽ മീഡിയ താരതമ്യം നിർത്തി നന്ദിയുള്ളവരാകുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച 1% മാത്രമാണ്. അത് കണ്ട് നിങ്ങളുടെ സാധാരണ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ സങ്കടവും നിരാശയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണമായി പറയാൻ പോകുന്നത്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ബുക്ക് എടുത്ത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന 3 നല്ല കാര്യങ്ങൾ എഴുതുക. ഉദാഹരണത്തിന്, നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പറ്റി, കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റി, ഒരു സുഹൃത്ത് ഫോൺ വിളിച്ചു സുഖവിവരം അന്വേഷിച്ചു. ഇത് ദിവസവും ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സ്വയം പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടെത്താൻ റീവയർ ചെയ്യും. നാലാമത്തെ പോയിന്റ്, സ്വയം മാപ്പ് നൽകാനും സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് ആകാനും പഠിക്കുക. കഴിഞ്ഞുപോയ തെറ്റുകളെയും പരാജയങ്ങളെയും ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുന്നത് ഉള്ളിലെ സന്തോഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ലോകത്തിൽ ആരും പെർഫെക്റ്റ് അല്ല എന്ന സത്യം ഉൾക്കൊള്ളുക. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു വലിയ തെറ്റ് ചെയ്താൽ നിങ്ങൾ അയാളെ വഴക്ക് പറഞ്ഞോ തള്ളി പറയുമോ? അതോ ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോകാൻ പറയുമോ? തീർച്ചയായും ആശ്വസിപ്പിക്കും. അപ്പോൾ ആ കരുതലും സ്നേഹവും സ്വന്തം മനസ്സിനോട് കാണിക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഒരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ നന്ദിയുള്ളവരായ 3 കാര്യങ്ങൾ എഴുതി വെക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്തു നോക്കൂ.
നിങ്ങളുടെ മനസ്സിൽ വലിയൊരു മാറ്റം അനുഭവപ്പെടും. സന്തോഷം എന്നത് പുറത്തെവിടെയോ പോയി കണ്ടെത്തേണ്ടതല്ല, അത് നിങ്ങളുടെ മനസ്സിൽ ദിവസവും ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ്. ഈ 4 കാര്യങ്ങൾ തുടർച്ചയായി നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ സന്തോഷത്തിനായി നിങ്ങൾക്ക് ഇനി ഒരിക്കലും മറ്റൊരാളെയും ആശ്രയിക്കേണ്ടി വരില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ലൈഫ് ചേഞ്ചിങ് മൈൻഡ് സെറ്റ് വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.